ഹലോ, വെൽക്കം ടു ഫാമീസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടം. ആ കൂടെ ചെമ്മീൻ ബിരിയാണി പറയുമ്പോൾ ഒന്നും കൂടി ഇഷ്ടമല്ലേ. ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചെമ്മീൻ നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് കൂടി പിഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാനായിട്ട് അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് കോരി മാറ്റണം. ആദ്യം കാഷ്യൂനട്ടും ഉണക്കമുന്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള അരിഞ്ഞത് ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നു. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ചെമ്മീനൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. നല്ലോണം വേവാവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ദമ്മിടുന്നതാണല്ലോ. അപ്പോൾ അതിലൊരു വേവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറ് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ കുക്കറിൽ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് എൻ്റെ അടുത്തുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 2 ഏലക്കായ, കുറച്ച് വലിയ ജീരകം, അതുപോലെ ഒരു പിഞ്ച് ചെറിയ ജീരകം, ഒരു 2-3-4 ഗ്രാമ്പൂ, 2 കറുവപ്പട്ട, പിന്നെ കുറച്ച് ഒരു 5-6 കുരുമുളക്, ഒരു ബേ ലീഫ്, ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ. ഇനി ഇത് വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ അരി, അങ്ങനെ ഡയറക്റ്റായിട്ട് കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ചെമ്മീൻ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഓരോരുത്തർക്ക് കുക്കർ പല രീതിയിലാവുമല്ലോ, അപ്പോൾ അതൊക്കെ അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ എണ്ണയിൽ തന്നെ ഞാൻ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ മറന്നുപോയി. അത് ഇതിലൊന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നിറച്ചില്ല, 1/2 ടീസ്പൂണിനേക്കാളും കൂടുതലുണ്ട്. അതിന് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചേർത്തതിൻ്റെ ബാക്കിയുള്ള സ്പൈസസ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ബേ ലീഫ് ചേർത്ത്, അതുപോലെ ഒരു പട്ട, കറിവേപ്പൂ, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, അങ്ങനെ എല്ലാതും ചേർത്ത് കൊടുക്കുക കുറേശ്ശെ. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഇടയിൽ അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് തുറന്നു നോക്കിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറ്റുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 തക്കാളിയാണ് എടുത്തുള്ളത്, ഒരു മീഡിയം സൈസ് തക്കാളി. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും അത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് അങ്ങനെ ഇടയത് 2-3 മിനിറ്റ് മതി അടച്ചേക്കേണ്ട ആവശ്യം. എന്നാലും ഇടയിലൊന്ന് തുറന്ന് ഇളക്കിയേക്കണം. ഇതപ്പോൾ കണ്ടോ അതുപോലെ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ ആ സവാളേൻ്റെ 1/3 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയിലയും പുതിനയിലയും ഒരു പിടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മുളക് പൊടി അതുപോലെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ചേർക്കണുള്ളൂ, കാരണം പച്ചമുളകിൻ്റെ ഒക്കെ എരിവുണ്ടാവും. ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഇതുവരെ ഉപ്പ് ചേർക്കാണ്ടെന്ന് ഫസ്റ്റ് നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മീനിലും ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം കൂടി പാകം നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് ചോറിലേക്കൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊക്കെ റെഡിയായതിനു ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ച ചോറിൻ്റെ പകുതി ഇടുക. അതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ഒന്ന് ഗരം മസാല തൂവി കൊടുക്കുക. പിന്നെ മഞ്ഞളിൽ ഈ ബാക്കിയുള്ള തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി അതിൻ്റെ മുകളിൽ വിതറിയതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ചോറ് അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഒരു ലെയറും കൂടി റെഡിയാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യാം. കുറച്ച് ഗരം മസാല ഇങ്ങനെ തൂവി കൊടുക്കുക. ഗരം മസാല തൂവിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മഞ്ഞളിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസ് അതിൻ്റെ മുകളിൽ കൂടെ വിതറിയതിന് ശേഷം മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യ് അതിന് മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ദം ചെയ്തെടുക്കണം. സിമ്മിലാക്കി വെച്ചതിന് ശേഷം ദം ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ ദോശത്താവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാലും മതി. അങ്ങനെ അടി പിടിക്കണ പേടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണ്. അല്ല മഞ്ഞളൊക്കെ കറക്റ്റ് നല്ല കളർ വന്നിരിക്കുന്നുണ്ടല്ലേ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.